ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് വലിയ മനപ്പായസത്തോടെ അനന്തം പിള്ളയെ കാണാനായിട്ട് USA പോകാനിങ്ങനെ റെഡിയാവുകയാണ്. ആ സമയത്താണ് നമ്മുടെ രാജുവും ഹൃതികയും വന്ന് അവൻ്റെ റൂമിൻ്റെ ആ ഡോറിൽ വന്നിങ്ങനെ തട്ടുന്നത്. ആരാണ് ഈ സമയത്ത് ഡോറ് തട്ടുന്നത്, ആരാ എന്നിങ്ങനെ ദീപക് ചോദിക്കുമ്പോൾ ഹൃതിക പെട്ടെന്ന് സൗണ്ടൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് റൂം സർവീസ് സാർ എന്ന് പറയുവാണ്. അത് കേട്ടിട്ട് ദീപക് വന്ന ഡോർ അങ്ങ് തുറക്കുമ്പോൾ ദാണ്ട നിൽക്കുന്ന രാജുവും ഹൃതികയും. അവരെ കണ്ടത് സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ദീപക് പെട്ടെന്ന് ഡോർ അടയ്ക്കാനായിട്ട് നോക്കുക. രാജു അങ്ങോട്ട് തട്ടി തുറന്നിട്ട് അവനെ ഒരൊറ്റ തൊഴി, ആ തൊഴി കൊണ്ടിട്ട് ദാണ്ട് ദീപക് ആ കട്ടിലിൽ പോയി അങ്ങ് വീണ്. നീ ഞങ്ങളെ കൊല്ലാൻ നോക്കിയോടാ എന്നിങ്ങനെ ഹൃതിക ചോദിക്കാൻ രാജു എടുത്തിട്ട് അലക്കുവാണ് ദീപകനെ. അവസാനം ദീപകനെ അടിച്ചവൻ്റെ രണ്ട് കൈയും കൂടെ രാജു ഇങ്ങനെ കൂട്ടിക്കെട്ടുകയാണ്. അയ്യോ, നിങ്ങൾ എന്തോ കാണിക്കുന്നു, എന്നെ വിടെന്നൊക്കെ പറഞ്ഞ് അലറി കൂവുന്നുണ്ട് ദീപക്. വാടാ ഇങ്ങോട്ട്, നിന്നെ അമേരിക്കയിലോട്ടല്ലടാ അണ്ടർഗ്രൗണ്ടിലോട്ട് ഞാൻ അയക്കാടാ എന്നും പറഞ്ഞ് അവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പറിക്കുന്നുണ്ട് രാജു. കാരണം അത്രത്തോളം വലിയ ദ്രോഹമല്ലേ ദീപക് അവരോട് കാണിച്ചത്. പ്രതാപന് സംയുക്തയുടെ വീട്ടിലിരുന്നിട്ട് അവിടുത്തെ തിരുമേനിയോട് സംസാരിച്ചതിന് ശേഷം അംബികയോട് പറയാം, വളരെ കഷ്ടമായിപ്പോയി, ഇവർ ഇത്രയും കഷ്ടത അനുഭവിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് പ്രതാപ പണ്ട് ചെയ്ത എന്തെങ്കിലും പാവത്തിൻ്റെ ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ സംയുക്ത അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അംബിക സംയുക്തയെ കണ്ടിട്ട് നമസ്കാരം പവിത്രേ. സംയുക്തയും രണ്ടുപേർക്കും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. പ്രതാപൻ പറയാം, ആദ്യം പിറന്നാൾ ആശംസകൾ. പിറന്നാളോ? അതിനിന്ന് എൻ്റെ പിറന്നാളല്ലല്ലോ. അമ്പി അങ്ങ് ഞെട്ടി വരച്ച് നിൽക്കുക. പ്രതാപൻ അങ്ങ് ചൂളിപ്പോയി. അല്ല ചേച്ചി, ഇന്നാ പവിത്രയുടെ പിറന്നാളെന്ന് പറഞ്ഞ്. അയ്യോ സാറേ, ചേച്ചി വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അയ്യോ പവിത്രയെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പവിത്ര പറഞ്ഞല്ലോ ഇന്നാ പിറന്നാളെന്ന്. ഇല്ല, ചേച്ചിക്ക് തോന്നിയതായിരിക്കും. സംയുക്തയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അംബിക പെട്ടെന്ന് കണ്ണിറുക്കിയൊക്കെ കാണിക്കുന്നുണ്ട് സംയുക്ത. എന്നിട്ടൊരു ചമ്മലോട് അംബിക പറയാം, എന്തായാലും പ്രതാപൻ പിറന്നാളാണെന്ന് പറഞ്ഞ് പവിത്രയ്ക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് അല്ലേ, ഒരു അഡ്വാൻസ് പിറന്നാൾ ഗിഫ്റ്റായിട്ട് ഇതങ്ങോട്ട് വാങ്ങിച്ചോ. അങ്ങനെ പ്രതാപൻ അംബികയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി പവിത്രയ്ക്ക് കൊടുക്കുവാണ്. സംയുക്തയാണെങ്കിൽ അതൊരു വിഷമത്തോടുകൂടിയാണ് മേടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ, അയ്യോ ഞാൻ കോഫി എടുക്കട്ടെ. അയ്യോ വേണ്ട പവിത്ര, ഞാൻ അങ്ങനെ ചായയും കോഫിയൊന്നും അധികം കുടിക്കാറില്ല. ഡോക്ടർ എന്നോട് കർശനമായിട്ട് നിർബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അംബിക പെട്ടെന്ന് പറയുക, പവിത്ര ഇവിടെ ഇരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം, അതല്ലേ ഒരു സന്തോഷം. പ്രതാപൻ അത് കേട്ടിട്ട് പറയാം, ശരിയാ സിസ്റ്റർ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, അതുകൊണ്ട് എന്ത് വേണേലും പവിത്ര സിസ്റ്ററിനെ എന്നോട് തുറന്നു പറയാം. കിട്ടിയ സന്ദർഭം മുതലെടുത്തുകൊണ്ട് അംബിക വീണ്ടും പറയാം, പ്രതാപനോട് എന്നോടും എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സിസ്റ്റർ പവിത്രയ്ക്കുണ്ട്. അയ്യോ എനിക്ക് സാറിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അംബിക വീണ്ടും, ബഹുമാനം മാത്രം മതിയോ, ഒരിഷ്ടമൊക്കെ വേണ്ടേ? എന്താ പവിത്ര വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്? പ്രതാപനും ഈ സമയത്ത് ഒരു ഇഷ്ടമില്ലാത്ത രീതിക്ക് ഇങ്ങനെ അംബികയെ നോക്കുക. അംബിക അതൊന്നും കാര്യമാക്കാതെ, അല്ല ഞാൻ ചോദിച്ചത് എന്താണെന്നാ, പ്രതാപനും നിർബന്ധിച്ച് ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്ത് കാരണമാണ് ചേച്ചി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ പവിത്രയോടാ ചോദിക്കുന്നത്, എന്താ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? എൻ്റെ കല്യാണമൊന്നും നടക്കില്ല ചേച്ചി, എനിക്ക് ചൊവ്വാദോഷമുണ്ട്. പിന്നെ ചൊവ്വാദോഷം ഉള്ളവരൊക്കെ എന്താ കല്യാണം കഴിക്കാതിരിക്കുവാണോ? ഒന്ന് പെണ്ണേ, വിഡ്ഢിത്തരം പറയാതെ. അങ്ങനെയല്ല ചേച്ചി, ഞാൻ കല്യാണം കഴിച്ചാൽ എന്നെ താലി കെട്ടിയുന്ന ആളിന് ഉടനെ മരണം ഉണ്ടാവുമെന്നാണ് എൻ്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അയ്യോ എൻ്റെ പവിത്ര, ഏതോ ഒരു വിവരദോഷി എഴുതിയ ജാതകം കൊണ്ട് ജീവിതം കൊണ്ടുപോയി തകർക്കല്ലേ. ഒരു ജാതകവും അത്ര കറക്റ്റല്ല. പവിത്രയെ പോലെ തുല്യ ദുഃഖമുള്ള ഒരാൾ എനിക്കും ഉണ്ട്. ഓട്ടക്കണ്ടിട്ടിങ്ങനെ പ്രതാപനെ നോക്കിക്കൊണ്ടാണ് സംയുക്തയോട് പറയുന്നത്, ഞാൻ അയാളുമായിട്ട് പവിത്രയ്ക്കൊരു കല്യാണം ആലോചിച്ചാലോ? പവിത്രയ്ക്ക് അയാളേക്കാൾ കുറച്ച് പ്രായക്കൂടുതലുണ്ട്. പ്രതാപൻ ചിന്തിക്കും, ഈ ചേച്ചി ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രായക്കൂടുതലൊന്നും ഇക്കാര്യത്തിലൊരു പ്രശ്നമേ അല്ല. എന്താ പവിത്ര, ഞാൻ ആലോചിക്കട്ടെ. അംബികയുടെ ഈ കള്ളാഫിനെ മനസ്സിലാക്കിക്കൊണ്ട് സംയുക്തയ്ക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. സംയുക്ത പെട്ടെന്ന് പറയാം, പ്ലീസ് ചേച്ചി, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ചേച്ചി കണ്ടില്ലേ, എനിക്ക് ഹൈദരാബാദിലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് പോകും. അയ്യോ പവിത്ര, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ സുഖമായിട്ടങ്ങ് ജീവിക്കേ. പ്രതാപൻ ചോദിക്കുക, ചേച്ചി കല്യാണം ആലോചിക്കാനാണോ ഇവിടെ വന്നത്, അതോ പിറന്നാൾ ആശംസിക്കാനോ? എൻ്റെ പ്രതാപ, കല്യാണവും വേണ്ടായോ? കടലിൻ്റെയും ചെകുത്താൻ്റെയും ഇടയിൽ പെട്ടതുപോലെ പാവം സംയുക്ത നിന്ന് വിഷമിക്കുവാണ്. ആ സമയത്ത് അംബികയുടെ ഫോണിലോട്ട് ദീപക് വിളിക്കുന്നുണ്ട്. അംബിക ഒന്ന് ഞെട്ടിയിട്ട്, അയ്യോ ദീപക്കാണല്ലോ വിളിക്കുന്നത്, അതെന്താ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് അംബിക ഫോണുമായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് പോവുക. മോനെ എന്താടാ പറയടാ, നിങ്ങളുടെ മോൻ്റെ ഫോണിൽ നിന്ന് ഇപ്പം സംസാരിക്കുന്നത് ഹൃതികയാണ്. നിങ്ങളുടെ മകനെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അവനെ പോലീസിലേൽപ്പിക്കണോ അതോ? അംബിക, അയ്യോ വേണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സംയുക്തയെ വെച്ചുള്ള പവിത്രകളി ഉണ്ടല്ലോ ഉടനെ അവസാനിപ്പിച്ചേക്കണം. നിങ്ങളൊരു മനസാക്ഷി ഇല്ലാത്തവരാണെന്നറിയാം. എൻ്റെ അച്ഛനെ ചതിക്കാൻ നോക്കിയതിന് ഇവനെ ഞങ്ങൾ പോലീസിലേൽപ്പിക്കും. ഇപ്പം പറഞ്ഞോണോ അംബിയെ, എൻ്റെ അച്ഛനെ ചതിക്കുമോ? അയ്യോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അംബിക അകത്തോട്ട് ഓടിപ്പോവുകയാണ്.
അയ്യോ പ്രതാപ വാ നമുക്ക് ഇറങ്ങാം. എന്താ ചേച്ചി, നമുക്ക് ഉടനെ പോകണം. സംയുക്ത പറയാം, അയ്യോ ചേച്ചി ഇറങ്ങുവാണ്, എന്തെങ്കിലും കഴിച്ചില്ലല്ലോ. അയ്യോ കഴിക്കുന്നതൊക്കെ പിന്നൊരിക്കലാകാം. പ്രതാപൻ തിരുമേനിയോട് യാത്ര ചോദിക്കണമെന്നുണ്ട്. അച്ഛൻ കിടന്നു കാണും. അയ്യോ വിളിക്കണ്ട, ഞങ്ങൾക്ക് ഉടനെ പോകണം, ആ പ്രതാപ എന്നും പറഞ്ഞ് അംബിക വെപ്രാളം പിടിച്ച് പ്രതാപനെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങുവാണ്. അംബികയെ പ്രതാപന്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തോട്ട് വരും. എന്താ ചേച്ചി, എന്താ ഇത്ര വലിയ അത്യാവശ്യം, നീ കയറ്. സംയുക്തയും കാര്യം മനസ്സിലാകാതെ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുക. രാജു ദീപക്കിനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. എടാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നീ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് നിന്റെ പരുപ്പ് ഞാൻ ഇളക്കും. ഋതിക പറയും, നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചു നോക്ക്, അപ്പോൾ തന്നെ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അംബികയുടെ മോനല്ലേ, കള്ളക്കരച്ചിലോടെ അവൻ പറയാം, രാജു ഋതിക പ്ലീസ്, ഇനി മേലെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല, എന്നെ നിങ്ങൾ ദയവായിട്ട് വിടണം, ഞാൻ അമേരിക്കയിലോട്ട് പോയിക്കോളാം. അങ്ങനെ നീ അമേരിക്കയിലോട്ടൊന്നും പോകണ്ടാടാ, നിന്നെ എത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ സേഫായിട്ട് എത്തിക്കാം. സത്യമായിട്ടും ഋതിക, ഈ ജന്മത്തിൽ നിങ്ങളുടെ കണ്ണുവട്ടത്ത് പോലും ഞാൻ വരില്ല. എടാ അംബിക സുധനെ, ഇതൊക്കെ നിന്റെ ഓരോ നമ്പരല്ലടാ. രാജു ചോദിക്കുക, എന്ത് സുധൻ, അംബിക സുധൻ. അംബികയുടെ തലതെറിച്ച മകൻ അമ്മാമ്മ പറഞ്ഞത് കേട്ടതാ. അപ്പോൾ അളിയ നമുക്ക് പോയാലോ എന്നിങ്ങനെ രാജു ദീപക്കിനോട് ചോദിക്കുക. അയ്യോ നിങ്ങൾ എന്നെ വിടണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം, നിന്നെ എന്ത് ചെയ്യണമെന്ന് ഒക്കെ എൻ്റെ അച്ഛൻ തീരുമാനിക്കും, വാടാ നടക്കടാ പുറത്തോട്ട് എന്നും പറഞ്ഞ് രാജുവും ഋതികയും കൂടെ ദീപക്കിനെയും കൊണ്ട് വരുവാണ്. അംബിക ഇങ്ങനെ ആകെ ടെൻഷനിൽ കാറിലിരിക്കുക. പ്രതാപൻ ചോദിക്കുക, ചേച്ചി എന്തൊക്കെ ആവശ്യമില്ലാതെ പെൺകുട്ടിയോട് സംസാരിച്ചത്, ആ കുട്ടി എന്ത് വിചാരിച്ച് കാണും? ഞാൻ എന്ത് സംസാരിച്ചത് കാര്യമല്ലേ, നമ്മൾ അവിടെ ചെന്നത് ആ പെൺകുട്ടിയുടെ പിറന്നാൾ ആശംസിക്കാനല്ലയോ ചേച്ചി, കല്യാണക്കാരൻ ഡിസ്കസ് ചെയ്യാനൊന്നും അല്ലല്ലോ. എടാ പ്രതാപ, നിനക്കപ്പോഴാ കുട്ടിയോട് ഇഷ്ടമല്ലയോ? ചേച്ചി എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ ചേച്ചി വിചാരിക്കുന്ന പോലത്തെ ഇഷ്ടമൊന്നും അല്ല, ഒരു സുഹൃത്തായിട്ട് പോലും അല്ല, എനിക്ക് ആ കുട്ടിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. മോനെ പ്രതാപ, ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ ആങ്ങളയായ നിനക്ക് വേണ്ടിയാ, നിനക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവളെ ഞാൻ നിനക്ക് കല്യാണം ആലോചിച്ചത്. ദയവ് ചെയ്ത് ചേച്ചി എന്നെ അപമാനിക്കല്ലേ, ഈ വിവാഹ ജീവിതം കൊണ്ട് തന്നെ മതിയായി, ഞാൻ എങ്ങനെയെങ്കിലും സമാധാനത്തോടൊന്ന് ജീവിച്ചോട്ടെ. അംബിക മനസ്സിൽ പറയാം, ഈ സംയുക്തയെ നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും, നിനക്കും നിന്റെ മോക്കും നിന്റെ മരുമകനും ഈ ജീവിതത്തിൽ ഞാനൊരു സ്വസ്ഥതയും തരില്ല, ബാക്കിയൊക്കെ ഞാൻ പിന്നീട് തരാവടാ. ഈ സമയം സംയുക്ത പത്മാവതിയെ വിളിക്കുക. എന്താ സംയുക്ത? പത്മേച്ചി വർമ്മസാറും അംബിക ചേച്ചിയും കൂടെ ഇവിടെ വന്നായിരുന്നു, എൻ്റെ പിറന്നാളാണെന്നും പറഞ്ഞ വർമ്മസാറിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. സാർ ഒരു പാവമാ, എൻ്റെ പ്രതാപേട്ടൻ പാവമായതുകൊണ്ടാണല്ലോ സംയുക്ത ആ അംബികയുടെ തടവറയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. എന്തായാലും ഞാൻ നാളെ ഹൈദരാബാദിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു, ഇനി എന്തായാലും അവരുടെ ശല്യം ഉണ്ടാകില്ല. അത് നന്നായി സംയുക്ത എന്നിങ്ങനെ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് പ്രതാപനെയും കുട്ടി വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയ അംബികയല്ല തിരിച്ചു വരുന്നത്, ആകെ ടെൻഷനും വിഷമത്തിലുമാണ് വരുന്നത്. പ്രതാപനും അംബികയും കൂടെ വരുമ്പോൾ യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുക, അവിടെ ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ചേച്ചി ശ്രദ്ധിക്കുക, ചേച്ചിക്ക് എന്ത് പറ്റി, എന്താ ഒരു ടെൻഷൻ? എന്താ കാര്യം ചേച്ചി, എന്നോട് തുറന്ന് പറ. ഇല്ല പ്രതാപ, നിനക്ക് തോന്നിയതാവും. യാമിനി മനസ്സിൽ പറയാം, ഇവർക്കിട്ട് പിള്ളേരെന്തോ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോഴങ്ങോട്ട് പ്രതാപൻ്റെയും അംബികയുടെയും മുന്നിലോട്ട് രാജുവും ഋതികയും ദീപക്കിൻ്റെ കൈ പുറകിൽ കെട്ടി അങ്ങോട്ട് കൊണ്ടുവരുവാണ്. അംബിക ഇങ്ങനെ ആകെ ഞെട്ടിവറച്ച് നിൽക്കുക. എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകാതെ പ്രതാപനും നോക്കി നിൽക്കുക. പ്രതാപൻ ചിരിച്ചോണ്ട് രാജുവിനോടും ഋതികയോടും ചോദിക്കുക, അത് ശരി, ഈ അജ്ഞാത ജീവി എവിടുന്ന് കിട്ടി? യാമന് കിട്ടിയ സമയം നോക്കിയിട്ട് ഈ അജ്ഞാത ജീവി എന്ന് പറഞ്ഞാൽ കോഴിയൊക്കെ പിടിച്ചു തിന്നുന്ന ഒരു കാട്ടുമാക്കാനല്ലേ അജ്ഞാത ജീവി? പ്രതാപൻ ചിരിച്ചിട്ട് പറയും, ഇവനും അത്തരത്തിലുള്ള കോഴിയെ പിടിച്ചു തിന്നുന്ന കാട്ടുമാക്കാനാ? എത്ര ദിവസമായി ഇവനെ ഞാൻ നേരിട്ടൊന്ന് കണ്ടിട്ട്. അച്ഛൻ ഇവനെ കാത്തിരിക്കുവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഒരു മാളത്തിൽ പോയി ഇവനെ പൊക്കിയത്. ഇവനിപ്പം മാളത്തിലാണോ താമസം? ഈ കാട്ടുപന്നിയെ പോലെ. നീയങ്ങ് വെളുത്ത് ചുവന്ന് തുടുത്തല്ലോടാ. അമ്പിയങ്ങ് നാണം കെട്ട് വിറയ്ക്കുക. ഇലക്ഷനുള്ള കള്ളപ്പണം മുഴുവൻ ആനന്ദംപിള്ള ഇറക്കിയില്ലേ? അയാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശുകൊണ്ടേ മുഴുത്ത ഫുഡടിയായിരുന്നു. രാജു ചിരിച്ചോണ്ട് പറയുക. ദീപക് വലിയ ദേഷ്യത്തോടെ രാജുവിനോടും ഋതികളും പറയും, നിങ്ങൾ എന്തിനാ കള്ള പുള്ളികളെ പിടിച്ചോണ്ട് വന്ന പോലെ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, എനിക്ക് പോകണം. ഒന്ന് ധൃതി വെക്കാതെ എൻ്റെ അനന്തരവാ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അംബിക എന്തു പറയാനാ? ഞാൻ എന്തു പറയാനാ? നിന്റെ കാര്യം പ്രതാപൻ തീരുമാനിക്കും. യാമിനി പറയാം, അല്ല ഇവനാ അനന്തംപിള്ളയുടെ മോളെ കെട്ടാൻ പോവാന്ന് കേട്ട്. പ്രതാപൻ അത് കേട്ടിട്ട്, ഇവനോ? ആ അനന്തംപിള്ളയുടെ മോളെയോ? പ്രതാപൻ ചിരിച്ച് കളിയാക്കുന്ന പോലെ, അന്നവും പണവും വസ്ത്രവും വീഞ്ഞും തരുന്ന കൈകളിൽ വീണ്ടും നീ പണി കൊടുക്കുവാണോടാ? അച്ഛാ, അനന്തംപിള്ള അകത്താണെങ്കിലും അയാളൊരു ഭാഗ്യവാന്, ഒരൊന്നൊന്നര മരുമോനെയല്ലേ അയാൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ല ഋതു, അതെങ്ങനെ ശരിയാകും? നിലവിൽ ഇവനൊരു ഭാര്യയില്ലേ? അയ്യോ രാജു, ഭാര്യ മാത്രമല്ല ഒരു കുട്ടിയും ഉണ്ട്. ദാണ്ടരാജു, ഈ അംബികമ്മയുടെ ഷെയ്പ്പ് ആ കുട്ടിക്ക്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ അടിച്ച് ഞാൻ പല്ലു കഴിക്കും. അംബിക ദേഷ്യത്തോടെ ഋതിയോട് പറയുക.
രാജു പറയാ, ഇവൻ ആ അനന്തംപിള്ളയുടെ മകളെ കെട്ടാൻ വേണ്ടി അമേരിക്കയിലോട്ട് പോകാനൊരുങ്ങുമായിരുന്നു. എയർപോർട്ടിലോട്ട് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ ഇവനെ പൊക്കിയത്. നേരാണോടാ? നീ അമേരിക്കയിലോട്ട് പോകാൻ പോവാണ്? അതേ വല്യമ്മാവാ, എന്നെ വിട്ടേക്ക്, ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. അയ്യോ പാവം. പ്രതാപനൊരു ജോക്കൊക്കെ അടിക്കുന്നുണ്ട്. രാജു, മോളെ, ഇന്ത പയ്യനൊരു അപ്പാവിയെ, അപ്പൊ ഇവനെ വിടലാമാ? എന്നാ സാറ് സൊല്ലുങ്ക, എന്നാ ഞാൻ സൊല്റേൻ. എന്നാ ഞാൻ പറയുക, ഇവനെ വിടുന്നില്ല. ഒരു പാവപ്പെട്ട കുഞ്ഞിനെയും വഴിയാതരമാക്കിയിട്ട് ഇവൻ അങ്ങനെ അമേരിക്കയിൽ പോയി വിലസണ്ട. അനന്തംപിള്ളയുടെ മോളെ നീ കെട്ടുകയും വേണ്ട. ദീപക്ക് ദേഷ്യത്തിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ജനിച്ച കാലം മുതൽ എനിക്ക് ഞങ്ങൾക്ക് നിരന്തരം പണി തന്നോണ്ടിരിക്കുക. നിന്റെ അമ്മയ്ക്ക് നീ ഇപ്പോൾ വലിയ ഒരു തലവേദന. നീ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വിട്ട് ചെയ്ത കുറ്റത്തിന് ഒരു ശിക്ഷ കൂടിയേ തീരൂ. അതുകൊണ്ട് എൻ്റെ കോടതിയിൽ ജഡ്ജിയായ ഞാൻ കൂടുതൽ വിചാരണയോ വിസ്താരമോ ഒന്നുമില്ലാതെ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു. 1 മാസം വീട്ടുതടങ്കൽ. പിന്നെ ഈ വീട്ടുതടങ്കലിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ത് വ്യവസ്ഥകളാ? കോടതിയിൽ ക്വസ്റ്റ്യൻസ് പാടില്ല. ജഡ്ജി വിധിച്ചത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇനി വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കയറാൻ പാടില്ല. ടിവിയും കാണാൻ പാടില്ല. പിന്നെ പരിമിതമായ ആഹാരം, അതും വെറും വെജിറ്റേറിയൻ മാത്രം. അംബിക തീ നിന്ന് കുളിക്കുന്ന പോലെ നിന്ന് വരുകുവാണ് അവള്. പിന്നെ വെറുതെ അങ്ങനെ ഇരുന്നാലും പോരാ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം. എന്തൊക്കെ ജോലികൾ എന്തൊക്കെയാണെന്നുള്ള ഋതുമോള് പറഞ്ഞു തരും. അയ്യോ അച്ഛ, ഞാൻ വേണ്ട, രാജു തീരുമാനിക്കും. ഇവന്റെ മുഖത്തോട്ട് നോക്കിയാൽ എനിക്ക് ഇവന്റെ കർണം അടിച്ച് പൊട്ടിക്കാൻ തോന്നും. ഇവനെ ഇങ്ങനെ എപ്പോഴും ഒരു തല്ലിയ തെരുവ് പട്ടിയേക്കാളും കഷ്ടമായി പോവും. ഈ പറഞ്ഞതൊക്കെ അനുസരിച്ച് നീ നിന്നാൽ നിനക്ക് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെ വേണേലും പോകാം. ദീപക്ക് പല്ല് കടിച്ചോണ്ട് അംബികയോട് ചോദിക്കുക, എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അംബികയ്ക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം അതും പ്രതാപന്റെ മുന്നിൽ. നീ ചെയ്തതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കണ ദീപക്കെ. അംബിക വലിയ യോഗ്യതയെ പോലെ പറയുക. എൻ്റെ അനിയൻ പ്രതാപനായി ഇപ്പോഴത്തെ സുപ്രീം കോടതി. അതിനപ്പുറം അപ്പീലൊന്നുമില്ല. അംബികയുടെ ആ സോപ്പ് പതപ്പല്ല. പ്രതാപൻ വീണോ എന്നറിയില്ല. പക്ഷേ പ്രതാപൻ ഒന്നും മിണ്ടാതെ മുകളിലോട്ട് കയറി അങ്ങ് പോവുക. അംബിക രാജുവിനെയും ഋതികയും ഇങ്ങനെ കലിയോടെ നോക്കുക. ദീപക്കാണെങ്കിൽ ആ പല്ല് കടിച്ചുകൊണ്ട് അവൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഒന്നും മിണ്ടാനാകാതെ സങ്കടത്തോടെ ദീപക്കിനെ നോക്കിയിട്ട് അംബിക അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഋതിയെ ഓടിച്ച് നന്നായി അവിടെ നിന്നേ. ഒരു പണി തരുമ്പോൾ ആലോചിക്കണം, 9 പണി ഋതിയെ അങ്ങോട്ട് തിരിച്ചു തരുമെന്ന്. മരോട്ടിക്കരുന്ന മരപ്പട്ടിയെ പോലെ അംബിക ഇങ്ങനെ ഋതിയെ തന്നെ നോക്കി നിൽക്കുക. ഒന്നും പറയാനാകാതെ രാജുവും ഋതികയും യാമിനി ഇങ്ങനെ അവളെ തന്നെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക. രാജുവിനും ഋതികയ്ക്ക് അടുത്ത പണി കൊടുക്കാനും ഇതിൻ്റെ പ്രതികാരം വീട്ടാൻ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് അംബിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അവളെന്നെ വെല്ലുവിളിക്കുന്നു. അമ്മയെ ഓടിച്ച പോലെ മകളെ ഓടിക്കേണ്ടതായിരുന്നു പണ്ടേ, അല്ലെങ്കിൽ അവളെ അങ്ങ് കൊല്ലണമായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധമായി പോയി അതൊക്കെ. അംബിക പ്രതികാരം വീട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ്ട പൊട്ടം പ്രതാപം വരുന്നുണ്ട്. അംബിക ചേച്ചി മനസ്സ് വിഷമിച്ച് നിൽക്കുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ടുള്ള വരവാ. ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? മോനെ പ്രതാപ, സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കുക. എന്തൊക്കെയായാലും ഞാൻ അവനെ നൊന്ത് പെറ്റതല്ലേ. അതൊക്കെ എനിക്കറിയാം ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ചെറുക്കൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. നമ്മളൊക്കെ ക്ഷമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. മാക്സിമം അവനെ നേരെയാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ശ്രമിച്ചത്. എവിടെയെല്ലാം ജോലിക്ക് കൊണ്ടിരുത്തി. അവിടെ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും അവൻ ചൊവ്വേ നേരെ ഇരുന്നോ? അവനൊട്ട് നന്നായതുമില്ല, ബാക്കിയുള്ളവർക്ക് ദുഷ്പേര് സമ്പാദിച്ച് തരികയും ചെയ്തു. ഒരു കള്ളക്കരച്ചിലോടെ അംബിക പറയും, അതൊക്കെ എനിക്കറിയാം പ്രതാപ. എനിക്ക് ജനിച്ച സന്തതി ഒരു നശിച്ച സന്തതിയായിപ്പോയി. എൻ്റെ ചേച്ചി ഇതൊന്നും കണ്ട് കരയോ വിഷമിക്കോ ഒന്നും വേണ്ട. ഞാനൊരു അവസാന അവസരം അവന് നൽകാം. ഇതുകൊണ്ടെങ്കിലും അവൻ നന്നാവുമെന്ന് നമുക്ക് നോക്കാം. അവൻ നന്നായാൽ അവന് കൊള്ളാം പ്രതാപ. അവൻ നന്നാകും ചേച്ചി വിഷമിക്കാതെ. എന്തായാലും നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. മോനെ പ്രതാപ, നീ ചെയ്യുന്നതൊക്കെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം മോനെ. അവൻ്റെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു. ഞാൻ നേരാത്ത വഴിപാടുകളില്ല, ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. ഇതിൽ കൂടുതലൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ചേച്ചി സമാധാനമായിട്ടിരിക്കെ. ഇത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോയപ്പം താണ്ട അംബിക മനസ്സിൽ പറയാം, നാശം എല്ലാം പൊട്ടിപ്പോയി. ആ സംയുക്തയെ കൊണ്ട് ഈ പ്രതാപനെ തടവിലാക്കിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാനും നടന്നില്ല. ദീപക്കന് അമേരിക്ക പോകാനും പറ്റിയില്ല. രാജുവിൻ്റെ വീട്ടിൽ ശ്രീലക്ഷ്മി തിരിച്ചെത്തുകയും ചെയ്തു. നാശം പിടിക്കാനായിട്ട് എല്ലാം അവർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. രുക്മിണിയുടെ പരദൂഷണം സാവിത്രി താണ്ട് ഓടിപ്പിടിച്ച് വരുന്നുണ്ട് രാധമ്മയുടെ വീട്ടിലോട്ട്. അത് കണ്ടിട്ട് നമ്മുടെ കൊച്ചമ്മണിക്ക് ദേഷ്യത്തോടെ, അവിടെ നിന്നല്ലേ ഇത് എങ്ങോട്ടാണ് ഓടിപ്പിടിച്ച് വരുന്നത്? ഇത് റെയിൽവേ സ്റ്റേഷനോ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡോ ഒന്നും അല്ല, മാന്യതയിലുള്ള മനുഷ്യർ താമസിക്കുന്ന വീടായത്. അയ്യോ, ഞാൻ ശ്രീലക്ഷ്മിയുടെ വിവരം അന്വേഷിക്കാൻ വന്നതാ. ഓ, ശ്രീലക്ഷ്മിയുടെ വിവരം അന്വേഷിക്കാൻ നീ ആരാടി? അവിടെ രക്ഷകർത്താവോ? ദാണ്ട തള്ളെ ചൂടായാലുണ്ടല്ലോ. ആരാടി നിന്റെ തള്ള? ചി, ഇറങ്ങടി ഇവിടുന്ന്.
ആഹാ, അത് കൊള്ളാലോ. എന്നെ ഇറക്കി വിടാൻ നിങ്ങൾ ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ ആരാ നിനക്ക് അറിയണം അല്ലേടി? അത് പ്രത്യേകിച്ച് എന്ത് പറയാനിരിക്കുന്നു? വലിഞ്ഞു കയറി വന്നവളാ നിങ്ങളെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ആരാടി നിന്റെ നാട്ടുകാർ? അതെനിക്കൊന്ന് അറിയണമല്ലോ. കൊച്ചമ്മണി ഇങ്ങനെ ഒച്ച വെക്കുന്നുണ്ട്. രാധമ്മയും വേണുവേട്ടനും പ്രിയ അങ്ങോട്ട് ഓടി വരും. എന്താ ഇവിടെ ഒരു ശബ്ദം? സാവിത്രി പറയാം, ഞാനേ ശ്രീലക്ഷ്മിയുടെ വിവരം അറിയാനായിട്ടത് വന്നതാ. അവിടെ മനപ്രയാസമൊക്കെ മാറിയോ? ഹരീഷിൻ്റെ മതിൽ ചാടി ഇങ്ങോട്ടെങ്ങാനും വന്നോ? കൊച്ചമ്മണി പറയാം, നിങ്ങൾ കേട്ടോ? ഇതാണ് ഇവിടെ മനസ്സിലിരിപ്പ്. അറിയാതെയാണെങ്കിൽ അവിടെ വായിന്ന് വന്നതൊക്കെ കേട്ടോ? ഇവളാ രുക്മിണിയുടെ ന്യൂസ് ഏജന്റാ. ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ വന്നതാ. ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. അതെ, ശ്രീലക്ഷ്മിയുടെ രക്ഷകർത്താക്കൾ പറട്ടെ. ശ്രീലക്ഷ്മിയുടെ രക്ഷകർത്താവ് ഇപ്പം ഞാനാടി. ഈ കൊച്ചമ്മണി ഇനി മേലാൽ പരദൂഷണം കൊണ്ട് നീ വഴിക്ക് വന്നേക്കരുത്, പറഞ്ഞല്ലോ. സാവിത്രി വന്ന കാര്യം നടന്നില്ല. സാവിത്രി ദേഷ്യത്തോടെ പറയാം, നിങ്ങൾ പുറത്തോട്ട് വരുമല്ലോ തള്ളേ, അപ്പം നിങ്ങളെ ഞാൻ ശരിയാക്കിക്കളാം. നീയോ ഒരു ശരിയാക്കുന്നവള് വാടി, നമുക്ക് കാണാവടി എന്ന് കൊച്ചമ്മണിയും പറയുന്നുണ്ട്. പ്രിയയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്താ തള്ളേ? ആരെങ്കിലും രോഗിയെ കാണാൻ വരുമ്പോൾ അവരെ തടയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നീ ആരുടെ കാര്യമോ രോഗി എന്ന് പറഞ്ഞേ? ഇവിടെ രോഗിയൊന്നും ആരുമില്ല. ശ്രീലക്ഷ്മിയുടെ അസുഖമൊക്കെ മാറി. ഇനി ഇവിടെ കയറി വന്ന് പരദൂഷണം പറയാനായിട്ട് ആരെയും ഞാൻ സമ്മതിക്കില്ല. ഇത്രയും നാളും കൊച്ചമ്മണി ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന വേണുവേട്ടൻ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പറയുക, എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്തെങ്കിലും അമ്മയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. രാധമ്മയും പറയാം, ഈ ഉപകാരത്തിനൊക്കെ ഞങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ദാണ്ട ഞാനിപ്പോൾ ശ്രീമോൾക്ക് ചെയ്തത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വേണുവേട്ടൻ വീണ്ടും പറയുക, കൊച്ചമ്മനുടെ തനി നിറം പുറത്തെടുക്കുവാണോ എന്നൊരു സംശയമുണ്ട്. ഈ നന്ദി കൊണ്ട് എന്ത് കിട്ടാനാ ആശാനെ? നന്ദിയും കൊണ്ട് കടയിലോട്ട് ചെന്നാൽ ഈന്തപ്പഴം കിട്ടുമോ? അവക്കാടോ കിട്ടുമോ? രാധമ്മ ചോദിക്കും, അല്ല അമ്മ എന്തുവാ പറഞ്ഞു വരുന്നത്? ഒരത്ഭുത മരുന്നാണ് ഞാൻ ശ്രീലക്ഷ്മിക്ക് ഇട്ട് പ്രയോഗിച്ചത്. അതും വലിയ വലിയ വൈദ്യന്മാർക്ക് കൈവശമുള്ള മരുന്ന്. ശ്രീലക്ഷ്മിയുടെ ഈ രോഗം വെച്ചുകൊണ്ട് അലോപ്പതിയിലെങ്ങാണ് നിങ്ങൾ പോയിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ ആയേനെ. ആയുർവേദ ആശുപത്രി പോകുമായിരുന്നെങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം. എനിക്കൊരു 15,000 രൂപ തന്നാൽ മതി. അതിനെന്താ, രൂപ ഞങ്ങൾ തരുമമ്മേ. ഈ ഉപകാരം ഞങ്ങൾ മറക്കുകയില്ല. ഞാൻ കാശ് ചോദിച്ചതുകൊണ്ട് ആരും പിണങ്ങരുത്. അറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യരുതെന്ന എൻ്റെ അച്ഛൻ പാൽക്കാവടി പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേട്ടോണ്ട് നിന്ന പ്രിയ പറയാം, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. തക്കം കിട്ടിയാൽ ഈ തള്ള നമ്മളെയൊക്കെ മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങും. ഒരമ്മിണി വൈദ്യർ പ്രിയ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊച്ചമ്മണിയെ നോക്കുവാണ്. ഒരിക്കലും വേണുവേട്ടനും രാധമ്മയും പ്രതീക്ഷിച്ചില്ല കൊച്ചമ്മണി പൈസ ചോദിക്കുമെന്ന്. കാഞ്ഞിരത്തിൻ ഗുരു എത്ര കാലം പാലിലിട്ടാലും അതിൻ്റെ കയ്പ് മാറില്ലല്ലോ. അതാണ് നമ്മുടെ കൊച്ചമ്മണി. അംബിക എന്തോ വിഷം കുത്തി വെക്കുന്നുണ്ട് പ്രതാപൻ്റെ അടുത്ത്. അതിനെന്താ ചേച്ചി വിഷമിക്കണ്ട, അവളുടെ കാര്യം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എന്താ യാമിനി മെഡിസിനും കൊണ്ട് വരുവാണ് പ്രതാപന്. പ്രതാപേട്ട മരുന്ന് കഴിച്ചില്ലല്ലോ. ഈ സമയം അപ്സ്റ്റേറിൽ നിന്ന് രാജുവും ഹൃതികയും ദീപക്കനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരിക. അത് കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുക, ഇതെന്താ പൂജപ്രജയിലോ? പ്രതിയെ കൊണ്ട് പോലീസുകാർ കോടതിയിൽ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഇവനെയും കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും വരവ് കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. മോൻ്റെ ആ വരവ് കണ്ട അംബികയുടെ ഹൃദയം ചുക്കുനീരാട്ട് പൊടിയുന്നുണ്ട്. പ്രതാപൻ ചിരിച്ചോണ്ട് ചോദിക്കും, അപ്പോഴെങ്ങനെയാ ഇവൻ്റെ ശിക്ഷാ നടപടികൾ? അത് മേൽക്കോടതിയിലൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാ. എന്നാൽ നിങ്ങൾ ബോധിപ്പിക്കുക. അച്ഛാ, ഇവന് കൊടുത്തിരിക്കുന്ന മുറിയിൽ കട്ടിലില്ല, ഒരു പുൽപ്പ മാത്രം. അപ്പോൾ പ്രതാപൻ ചിരിച്ചോണ്ട് പറയാം, അത് കൊള്ളാം. തലയണിക്ക് പകരം 2 ഇഷ്ടിക കൊടുത്താൽ മതി. തലയണ കൊടുക്കണ്ട അച്ഛാ, ഇഷ്ടികയും കൊടുക്കണം. കൊടുത്തേരെ. തിരുട്ടു പയലാണെങ്കിലും മൂഞ്ചി പാത്ത അപ്പാവി മാതിരി ഇരിക്ക്. കള്ളനാണെങ്കിലും അവനെ കണ്ട പാവം തോന്നുന്നു എന്നാണ് പ്രതാപൻ പറയുന്നത്. എന്നാൽ ശരിയച്ച, മുറിയിൽ AC ഇല്ല, ഫ്രിഡ്ജില്ല, കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നുമില്ല. എന്തിനാ ഏറെ പറയുന്നത്? വാഷ്റൂമിൽ വെള്ളം വേണമെങ്കിൽ ഇവൻ കോരിക്കൊണ്ടുപോയി വെക്കണം. അതൊക്കെ അങ്ങനെ തന്നെ വേണം മോളെ, അതല്ലേ ശിക്ഷ. അംബികയുടെ നോട്ടം ഒന്ന് കാണാൻ ഹൃതിയെ പച്ചയ്ക്ക് കൊളുത്തുന്ന നോട്ടമാണ് അവക്ക്. അതൊക്കെ പോട്ടെ, ഇവൻ്റെ മുറിയിൽ ഫാനുണ്ടോ? ആ ഫാൻ മാറ്റിയിട്ട് ഞങ്ങളൊരു പഴയ ഫാൻ ഇട്ട് കൊടുത്ത്. അതാണെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് മധുരയ്ക്ക് പോകുന്ന പോലത്തെ ശബ്ദമാണ്. അംബികയാണെങ്കിൽ സങ്കടത്തോടെ മകനെ നോക്കുന്നുണ്ട്. പ്രതാപൻ്റെ മുന്നിൽ നല്ല പുള്ള ചമഞ്ഞാണല്ലോ അവിടെ ഇരിപ്പ്. അംബിക ജീവിക്കുന്നത് തന്നെ പ്രതാപന് വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴൊന്നും ഇനി പറയാനും പറ്റില്ല. പോരാത്തന്നെ രാജുവും ഹൃതികയും യാമിനിയും അടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്നും പറയാനാകാതെ അംബിക ഇങ്ങനെ സങ്കടം കടിച്ചൊതുക്കി, ഹൃതികയ്ക്കും രാജുവിനും പ്രതാപനും യാമിനിക്കുമുള്ള പ്രതികാരം ഞാൻ തരുമെന്നുള്ള മനസ്സോടുകൂടിയാണ് ആ ഇരിപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അംബികയും ദീപക്കും ചേർന്ന് എന്തൊക്കെ അവിടെ നടത്തിക്കൂട്ടും? ഇതിനുള്ള പ്രതികാരമായി അംബിക എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.